ആരാധകർക്ക് ഇത് ആഘോഷരാവാണ്. കാരണം ഏകദേശം 80 മിനിറ്റിന്റെ ഒരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ആ ഒരു 80 മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം അർജന്റീന ആ ഗോൾ വലയില ബോളുകൾ പന്തുകൾ പതിച്ചു. അതോടെ തുടങ്ങിയതാണ് ഈ ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങൾ ഇങ്ങനെ നിലയ്ക്കുന്നില്ല. കാരണം മെസ്സി മെസ്സി എന്നുള്ളൊരു പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ അർജന്റീന ആരാധകരും പറയുന്നത്. അത്രത്തോളം മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു. ആ മത്സരത്തിന്റെ അവസാനം ഈജിപ്തിനെതിരെ 2-3 ഗോളുകൾക്ക് അർജന്റീന ഈ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഒരു വലിയ രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു അർജന്റീന ഈ പ്രീ ക്വാർട്ടർ കടക്കുമോ എന്നുള്ളത്. പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകിക്കൊണ്ട് അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് ഇവിടെ വേദിയാറുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അർജന്റീനയെ ഒരു സമയത്തും എഴുതി തള്ളാൻ പറ്റില്ല. ഞങ്ങള് ഏത് നിമിഷത്തിലും കളിയിലേക്ക് തിരിച്ചു വരും. ലോകത്ത് ആകെ 5 കളിക്കാരാണ് തുടർച്ചയായ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ 5 മത്സരങ്ങളിൽ ഗോളടിച്ചത്. ജസീലോ, റിവാൾഡോ, റോഡ്രിഗസ്, മുള്ളർ, അതിന്റെ കൂടെ മെസ്സി കൂടെ വന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും നല്ല കളിക്കാരൻ ആര് എന്ന ചോദ്യത്തിന് ഒരേ ഉത്തരം ലയണൽ ആൻഡ്രസ് മെസ്സി. അത്രത്തോളം ആവേശത്തോടുകൂടിയാണ് ഈ മത്സരത്തെ നമ്മൾ നോക്കിക്കണ്ടത്. ആദ്യ സമയത്ത് ഒരു പേടി ഉണ്ടായിരുന്നു നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ അവസാന ഘട്ടത്തിൽ 3 ഗോളുകളാണ് മെസ്സി നേടിയതല്ലേ. നമ്മുടെ കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു, ഏത് സാഹചര്യത്തെയും നേരിടുവാൻ തയ്യാറായി നിൽക്കുന്ന കളിക്കാരാണ് അർജന്റീന. അത് ഒരു കളിയിൽ മാത്രമല്ല, ഏത് മാനസിക സമ്മർദ്ദത്തെയും അതിജീവിച്ച് തിരിച്ചു വരും. സ്കലോണി എന്ന ഗോളാചാര്യൻ അർജന്റീന മെസ്സിയിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ ഈജിപ്തിന് തടുക്കാൻ പറ്റിയില്ല. എത്രയുള്ളൂ ഒരു ആഘോഷത്തിൽ തന്നെയാണ് നിലവിൽ മെസ്സി ഉള്ളത്. തീർച്ചയായിട്ടും അത്രത്തോളം ആഘോഷിക്കുന്നു. കപ്പ് അർജന്റീന കപ്പടിച്ചല്ല, കപ്പ് നിലനിർത്തും. ഓക്കെ, തീർച്ചയായിട്ടും ആഘോഷ പരിപാടികൾ തന്നെയാണ് നിലവിൽ ഈ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെയുള്ള അർജന്റീന ആരാധകർ നടത്തുന്നത്. അത്രത്തോളം വലിയൊരു വിജയം തന്നെയാണ് മെസ്സി അല്ലെങ്കിൽ അർജന്റീന ടീം ഈ മത്സരത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.